മലപ്പുറം വഴിക്കടവിൽ 15-കാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മലക്കം മറിഞ്ഞ മാധ്യമങ്ങളെ പഴിചാരി വനമന്ത്രി കെ ശശീന്ദ്രൻ. അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് മന്ത്രിയുടെ ഇപ്പോഴത്തെ വാദം. തന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ്, മാധ്യമങ്ങൾ തെറ്റായ വ്യാഖ്യാനം നടത്തുകയാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അനഘ, എങ്ങനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് ഇപ്പോൾ മലക്കം മറിച്ചിൽ നടത്തുന്നത് വനമന്ത്രി? വീണ, കൃത്യമായി തന്നെ ഇന്നലെ വഴിക്കടവിൽ അനന്തു ഷോക്കേറ്റ് മരിച്ച ആ സമയം തന്നെ വനമന്ത്രി പറഞ്ഞത് ഈ മരണത്തിൽ, അനന്തുവിന്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ട്, അത് ആരാണ് ഗൂഢാലോചന നടത്തിയത് അത് കണ്ടെത്തണം എന്ന് കൃത്യമായി വനമന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ അത് വലിയ ചർച്ചയും, ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നു. മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രിയുടെ കൈവശം ഈ പറഞ്ഞതിന് ഏതെങ്കിലും തരത്തിൽ തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടണം എന്നതടക്കമുള്ള വെല്ലുവിളികൾ നടത്തി. ഇതോടെയാണ് ഇന്ന് വനമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതായത് പറഞ്ഞത് അതേപടി തിരുത്തി മലക്കം മറിയുന്ന സംഭവമാണ് ഇന്ന് വനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് താൻ ഇത്തരത്തിൽ അനന്തുവിന്റെ മരണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നല്ല പറഞ്ഞത്. ആ മരണം അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം, കേട്ട ശേഷം തിരിച്ചു വരാം. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയില്ലെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പക്ഷേ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് ഇപ്പം ഇവിടെ ഏഷ്യാനെറ്റിൽ രാത്രി 12 മണിക്ക് വന്നപ്പോൾ പറഞ്ഞ് ഈ ഒരു സംഭവത്തെ തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് എല്ലാ ക്ലിപ്പിങ്സും ചോദിച്ചത്. ഞാൻ രാവിലെ പത്രക്കാരെ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇതായിപ്പം ഗൂഢാലോചന, എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിൽ മാധ്യമങ്ങൾ ദയവായി പങ്കെടുക്കരുത്. അനഘ, ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. ശരിയാണോ അദ്ദേഹം പറയുന്നത്? മാധ്യമങ്ങളോട് പറഞ്ഞതിനെ എങ്ങനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു? വീണ, കൃത്യമായി ഇതിലേറ്റവും മന്ത്രി അങ്ങനെ പറഞ്ഞിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതായത് ഈ CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ പേജുകളിൽ ഈ വാർത്ത വന്നിട്ടുണ്ട്. അതായത് മന്ത്രി ഈ മരണത്തിൽ, അനന്തുവിന്റെ മരണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കെ ശശീന്ദ്രൻ പറയുന്നുണ്ട്. മാത്രമല്ല, അവിടെ രാവിലെ ഫെൻസിംഗ് ഉണ്ടായിരുന്നില്ല, അതിനുശേഷം പിന്നീടാണ് അവിടെ ഫെൻസിംഗ് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കെ ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ CPM-ന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിൽ തന്നെയാണ് അച്ചടിച്ച് വന്നിരിക്കുന്നത്. അത് ആ സംഭവം ഉയർത്തിക്കാട്ടി മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രിക്ക് പറയാൻ ഉത്തരമുണ്ടായിരുന്നില്ല. അതായത് കൃത്യമായി ഇന്നലെ ഈ വനം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഈ അനന്തുവിന്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ട്, ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് കണ്ടെത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത് വിവാദമായത് പ്രതിപക്ഷ സംഘടനകളടക്കം അതിന് തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചതോടുകൂടിയാണ് മന്ത്രി ഇന്ന് അത് തിരുത്തി പറഞ്ഞിരിക്കുന്നത്. മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ അനന്തുവിന്റെ മരണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നല്ല പറഞ്ഞത്. ആ മരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുത്തു, അത് പ്രധാനമായും UDF അത് മുതലെടുത്തു. ഈ സർക്കാർ ഉണ്ടാക്കിയ ഒരു മരണമാണ് എന്നതടക്കമുള്ള നരേഷൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വനമന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതായത് വനമന്ത്രി പറഞ്ഞിരിക്കുന്ന സംഭവം അത് വിവാദവും ചർച്ചയുമായി, അത് സർക്കാരിനെതിരെ തന്നെ വരുമെന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇപ്പോൾ വനമന്ത്രി പറഞ്ഞത് അതേപടി തിരുത്തി മലക്കം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശരി അനഘ.